T20യിൽ രോഹിത് ശർമ്മയുടെ കാലം കഴിഞ്ഞു. അദ്ദേഹത്തിന് ക്യാപ്റ്റൻസി ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ മുംബൈ ഇന്ത്യൻസ് കഴിഞ്ഞ IPLൽ രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റി. പിന്നീട് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയപ്പോൾ മുംബൈ ടീം ശരിക്ക് ഡൗൺ ആയി. അവസാനമാണ് അവര് ഫിനിഷ് ചെയ്തത്. ഇപ്പോഴിതാ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ തന്നെ ഇന്ത്യ വേൾഡ് കപ്പ് നേടിയിരിക്കുകയാണ്. ഇത് കണ്ട് നിതാം ബാനി ഞെട്ടിയിരിക്കുകയാണ്. വേൾഡ് കപ്പ് ഇന്ത്യ നേടിയതിനു ശേഷം നിതാം ബാനി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിതാം ബാനി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: രോഹിത് ശർമ്മ എന്നോട് ക്ഷമിക്കണം. ഞങ്ങൾ നിന്നോട് കാണിച്ചത് വലിയ തെറ്റ് തന്നെയാണ്. അതിൽ ഞാനിപ്പോൾ ഖേദിക്കുന്നുണ്ട്. രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയുടെ വില ശരിക്കും ഞാനിപ്പോൾ അറിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യക്ക് വേൾഡ് കപ്പ് നേടിത്തന്ന ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ. ഇതിനേക്കാൾ മികച്ച ക്യാപ്റ്റൻ മുംബൈ ടീമിന് ഇനി കിട്ടില്ല. രോഹിത്തിനോട് ഞങ്ങൾ ചെയ്തത് ഓർക്കാനാവാത്ത തെറ്റ് തന്നെയാണ്. ഞാനത് സമ്മതിക്കുന്നു. വേൾഡ് കപ്പ് നേടിയതിൽ സന്തോഷമുണ്ട്. രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റൻ ഇനി എപ്പോഴും മുംബൈ ടീമിന് ആവശ്യമാണ്. ഞങ്ങൾ ഇനി രോഹിത് ശർമ്മയോട് കടപ്പെട്ടിരിക്കും. വേൾഡ് കപ്പ് നേടിത്തന്ന രോഹിത് ശർമ്മയ്ക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നുവെന്ന് നിതാം ബാനി വ്യക്തമാക്കി. മുംബൈ മാനേജ്മെന്റിന് കാര്യങ്ങൾ ഇപ്പോഴാണ് ശരിക്ക് മനസ്സിലായത്. രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റന്റെ വില അവര് കൃത്യമായി മനസ്സിലാക്കി. കഴിഞ്ഞ വർഷത്തെ IPLൽ രോഹിത് ശർമ്മയെ വലിച്ചെറിയുകയാണ് അവർ ചെയ്തത്. ക്യാപ്റ്റനല്ലാതെ രോഹിത് ശർമ്മ ഗ്രൗണ്ടിൽ നാണം കെട്ടു. എന്നാൽ ഇപ്പോൾ രോഹിത് അതിന് പ്രതികാരം വീട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ രോഹിത് ശർമ്മയ്ക്ക് തലയുയർത്തി നിൽക്കാം. രോഹിത് ശർമ്മ കപ്പ് നേടിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിനേക്കാൾ വലിയ അംഗീകാരം ഇനി രോഹിത് ശർമ്മയ്ക്ക് കിട്ടാനില്ല. ധോണിക്ക് ശേഷം ഇന്ത്യക്ക് ഒരു വേൾഡ് കപ്പ് ലഭിച്ചിട്ടില്ല. അതാണിപ്പോൾ രോഹിത് ശർമ്മ നേടിത്തന്നിരിക്കുന്നത്. ഇത് വലിയൊരു അംഗീകാരം തന്നെയാണ്. ഇനി രോഹിത് ശർമ്മയും ചരിത്രത്തിന്റെ ഭാഗമായിരിക്കും. വേൾഡ് കപ്പിന്റെ നേടിയപ്പോൾ ഒരുപാട് ആരാധകർ സന്തോഷിച്ചു. എന്നാൽ രോഹിത് ശർമ്മയും കോഹ്ലിയും T20യിൽ നിന്ന് വിരമിച്ചതാണ് ആരാധകർക്ക് സങ്കടമുണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും ഇനി IPLൽ രോഹിത് ശർമ്മയെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.